ഇതൊരു വാട്ട് ഈസ് ദ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മോഹവലയമാണ്, ഇതിൻ്റെ ഒരു ഫെയിം ഒക്കെ എല്ലാവർക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയാം. ഒരു ഗോസിപ്സ് പറയുന്നവരുടെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതൊരു പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് വിചാരിച്ച് അതിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെയൊക്കെ ഒരു പാർട്ടാണ് ഈ പറയുന്നതൊക്കെ. സോ പിന്നെ എന്നെപ്പോലെ ഒരാൾക്കെന്ന് പറഞ്ഞാൽ ഐ എം എ വെരി മെച്യൂർഡ് വുമൻ. 2 പെൺകുട്ടികളുടെ അമ്മയാണ്. ഞാനൊരു മധ്യവയസ്കയാണ്. ഐ എം നോട്ട് എ കോളേജ് ഗേളോ അല്ലെങ്കിൽ ഒരു ടീനേജ് കല്യാണപ്രായം എത്തിയ ആളൊന്നുമല്ല. ഞാൻ വിവാഹം കഴിഞ്ഞ് വളരെ മെച്യൂർഡായിട്ട് 3-4 സ്ഥാപനങ്ങൾ നടത്തുന്ന 100 അധ്യാപകരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മേളിലിരിക്കുന്ന ഒരാളാണ്. എന്നെ തേടി അങ്ങനെ ഗോസിപ്സ് വരുന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. വന്നാൽ തന്നെ അതൊരു ചിരിച്ചു തള്ളാൻ എൻ്റെ കുടുംബത്തിന് കഴിയും. ദേ നോ ഞാൻ എന്താണെന്ന് അവർക്കറിയാം. ഞാനൊക്കെ സിനിമയിൽ വന്നത് വിവാഹശേഷം ഈ 2 മക്കളും ഉണ്ടായിട്ടാണ്. എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഇത്രയും ഈ ഒരു പ്രായത്തിൽ ലാലേട്ടൻ്റെ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും ഐ വാസ് ഷോക്ക്ഡ്. കാര്യം ഞാൻ കേട്ടിട്ടുള്ളത് വിവാഹശേഷം സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ മക്കളായി കഴിഞ്ഞാൽ കേരള ജനത നമ്മളെ സ്വീകരിക്കില്ല എന്നൊക്കെയാണ്. അതൊക്കെ പണ്ടായിരിക്കാം ഒരു പക്ഷേ. സ്പെഷ്യലി ഈ കുങ്കുമപ്പൂ എന്ന് പറയുന്ന പരമ്പര തന്നെ എടുക്കാം. അപ്പോൾ കുങ്കുമപ്പൂവിൽ ഞാൻ മുത്തശ്ശിയാണ് ആക്ച്വലി. സീരിയൽ തുടങ്ങുമ്പോൾ അവർ കല്യാണം കഴിഞ്ഞു, അവർക്ക് മകളുണ്ട്. സീരിയൽ തുടങ്ങി കഥ അവസാനിക്കുമ്പോൾ എനിക്ക് കൊച്ചുമക്കളുണ്ട്. പക്ഷെ സ്റ്റിൽ അവരെ ഒരു നായികയായി കാണാൻ പ്രേക്ഷകർക്ക് കഴിയുന്നുണ്ട്. അവരാ ഒരു പ്രായത്തിനെയല്ല നോക്കുന്നത്, അവരാ ഒരു കഥാപാത്രം ചെയ്യുന്ന ആളെയാണ്, അവരുടെ അല്ലെങ്കിൽ ഒരു ടാലൻറ്റിനെയാണ്. ജയന്തി എന്ന് പറയുന്ന ആളെയാണ് അവർ കാണുന്നത്, അല്ലാണ്ട് അവർക്ക് ഇത്ര പ്രായമുണ്ടോ അങ്ങനെ ഇപ്പോഴത്തെ ഒരു പ്രേക്ഷകരെ വേണം അതിൻ്റെ ഒരു കയ്യടി കൊടുക്കേണ്ടത് പ്രേക്ഷകർക്കാണ്. വിവാഹശേഷവും അമ്മയായ ശേഷവും നമുക്ക് അഭിനയിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാം എന്ന് അവരാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ വീണ്ടും വരാൻ സാധിക്കുന്നത്. ശരിക്കും എന്നെ സംബന്ധിച്ച് സീരിയൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കൂളായിരുന്നു. എനിക്ക് അഭിനയം എന്തെന്ന് അറിയാതെ വന്ന ഒരാളാണ്. കുങ്കുമപ്പൂ എന്ന് പറയുന്ന പരമ്പരയിൽ ഞാൻ അഭിനയിക്കുന്ന മുമ്പ് എനിക്ക് നിഴലും നിലാവും പറയുന്നത് എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ മൂവിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഞാൻ ഈ സീരിയലിൽ അഭിനയിച്ച് തുടങ്ങിയ ശേഷമാണ് എന്താണ് അഭിനയം, എന്താണ് സജഷൻ ഷോട്ട്, എന്താണ് അല്ലെങ്കിൽ ഒരു ക്ലോസ് വാട്ട് ഇസ് ഷോട്ട്സ് അടക്കം, അല്ലെങ്കിൽ എല്ലാ അഭിനയത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ആദ്യകാലത്ത് സീരിയൽ കണ്ടറിയാം, വളരെ ഓവർ ആക്ടിങ് ആണ് ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. എനിക്ക് എവിടെ എന്താ കൺട്രോളിൽ അഭിനയിക്കണം, എന്ത് കൊടുക്കണം, കണ്ടിന്യൂറ്റി എങ്ങനെ നോക്കണം, ഒന്നും അറിയണ്ടായിരുന്നില്ല ആദ്യത്തെ 1 വർഷം. ഇപ്പോൾ തന്നെ അതെല്ലാം കാണുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ പുരികം ചുളിച്ച് നോക്കും, ഈശ്വര എന്തൊക്കെയാണ് ഞാൻ കാണിച്ചത്. പക്ഷെ ഗ്രാജുവലി ഇറ്റ്സ് എ സ്കൂൾ ഫോർ മീ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്കൂളായിരുന്നു. അത് പ്രേക്ഷകർ ക്ഷമിച്ചു എനിക്ക് വേണ്ടി, ഇവർ പഠിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പഠിച്ചാണ് ഞാൻ കുറച്ച് അഭിനയിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ എത്തിയത്. സീരിയലും സിനിമയും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, സീരിയലെല്ലാം കുറച്ച് കൂട്ടി ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള മിതത്വം ആവശ്യമാണ് സിനിമയിൽ. ഭയങ്കരമായിട്ടുള്ള ഏറ്റവും ആക്ഷൻസ് എല്ലാം എത്ര കുറയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര നമുക്ക് ഒതുക്കി ചെയ്യാൻ പറ്റുമോ, അതാണ് സിനിമയിൽ വേണ്ടത്. പക്ഷെ സീരിയലിൽ എല്ലാം കുറച്ച് കൂടുതലാണെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടുന്ന് അഭിനയിച്ചിട്ട്, ഇപ്പോൾ സിനിമ അഭിനയിച്ചിട്ട് സീരിയലിൽ ഇപ്പോൾ ഇതിൻ്റെ ബാക്കി ഇപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്കിൽ കൂടി അഭിനയിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു കമൻറ്റ് കേൾക്കാറുണ്ട്, ഇപ്പം ആശ എക്സ്പ്രഷൻസ് കുറവാണ് എന്നുള്ളൊരു കമൻറ്റ് അവിടെ നിന്ന് കേൾക്കാറുണ്ട്. തിരിച്ചിവിടെ വരുമ്പോൾ ആശ എക്സ്പ്രഷൻസ് കൂടുതലാണ്. ഈ ഒരു കമൻറ്റ് ഞാൻ എപ്പോഴും കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാനത് കുറച്ച് പഠിക്കാൻ തുടങ്ങി. അതായത് എവിടെ എന്നുള്ളത്, ഇത് ഒന്നുമല്ലാത്തൊരു അഭിനയമാണ് നൃത്തത്തിൽ നായകനും നായികയും വില്ലനും ഒക്കെ നമ്മൾ തന്നെ ആവുകയാണ്. സപ്പോസ് രാമായണം ചെയ്യുകയാണെങ്കിൽ ശ്രീരാമനായും സീതയായും രാവണനായും ലക്ഷ്മണനായും ഒക്കെ നമ്മൾ തന്നെ മാറേണ്ടിയിരിക്കുന്നു. ഏറ്റവും സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ മാറുന്നു. സോ 3 തരത്തിലുള്ള അഭിനയമാണ്. ഇതിൽ വളരെ മിതത്വം ആവശ്യമാണ്. ഏറ്റവും കുറച്ച് ചെയ്യാൻ പറ്റിയാൽ അതാണ് എനിക്ക് ഈ അഭിനയത്തിലൊരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്. സീരിയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സീരിയലിലിപ്പം ഇനിയൊരു സീരിയൽ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ജന്മത്ത് ഒരു പ്രൊഫസർ ജയന്തി എന്ന് പറയുന്ന കഥാപാത്രമാവാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണ്. കാര്യം 3.5 വർഷം ദിവസവും നമ്മളെ കാണുകയാണ്, ഇവരുടെ ഒരു പ്രശ്നങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്. പലപ്പോഴും കാണുമ്പം എന്നോട് ചോദിക്കാറുണ്ട്, അമ്മമാരും ഇപ്പം ഡാൻസ് പ്രോഗ്രാംസിന് പോകുമ്പോൾ, പെർഫോമൻസിന് പോകുമ്പോൾ, അല്ലാണ്ട് ഞാൻ നാട്ടിൽ നടക്കൽ കുറവാണ്. ഷൂട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ച് ദുബായിക്ക് വീട്ടിലേക്ക് പോകും. ഞാനൊരു മാസത്തിൽ 1-2 പെർഫോമൻസസ് കേരളത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ തിരക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ സ്നേഹം,
അത് ആശയെ കാണാനോ ആശയുടെ ഡാൻസ് കാണാനോ അല്ല. അവർ കാണുന്നത് പ്രൊഫസർ ജയന്തിയുടെ നൃത്തമാണ്, അല്ലെങ്കിൽ പ്രൊഫസർ ജയന്തിയാണ് അവർ കാണുന്നത്. അപ്പോൾ അവർ കാണുമ്പോൾ ഒരു അമ്മമാർ വന്ന് ഓടിക്കെട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ ഏകദേശം ഒരു 40 വയസ്സ് കഴിഞ്ഞ മെൻ ഓഡിയൻസും ഒരുപാട് കൂടുതലാണ് കുങ്കുമപ്പൂവിന്. അതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു സർവേ. ഇവരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾക്ക് ജയന്തിയെ സ്നേഹിക്കാൻ കഴിയുന്നത്? കാര്യം അവർ 10-25 വർഷം ഭർത്താവിനെ ചതിച്ച് ജീവിച്ചൊരു സ്ത്രീയാണ്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, എങ്ങനെ അവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ അമ്മമാരിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു തെറ്റൊക്കെ പറ്റുമോളെ, സാരമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 100 സിനിമ ചെയ്യുന്ന എഫക്റ്റാണ് ഒരു ഹിറ്റ് സീരിയൽ ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള, ഈ ലോകത്ത് എവിടെ പോയാലും, US ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, സിംഗപ്പൂർ ആയിക്കോട്ടെ, വേറെവർ, ഇൻ ദുബായ്, എവ്രിവെയർ, എവിടെ പോയാലും ആദ്യം നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ആശാ ശരത്ത് പ്രൊഫസർ ജയന്തി അല്ലേ എന്നാണ്, അല്ലാണ്ട് നർത്തകിയല്ലേ എന്നോ അല്ലെങ്കിൽ ഇന്ന സിനിമകൾ ചെയ്തില്ലേ എന്നുള്ള ചോദിക്കാറുണ്ട്. പക്ഷെ അത് വളരെ വിരളമാണ്. സോ സീരിയലിൽ കിട്ടുന്ന ഫെയിം, പക്ഷെ ഒരു ഹിറ്റ് സീരിയലാവണം, ഹിറ്റ് കഥാപാത്രമാവണം എന്ന് മാത്രം, അതൊരു ഫെയിമാണ്. പക്ഷെ ഇനിയൊരു സീരിയൽ ചെയ്താൽ, പക്ഷേ ഈ ഒരു സ്നേഹം ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനിയൊരു സീരിയൽ ചെയ്യുമ്പോൾ ആൾക്കാർ പറയേണ്ടാവുക, ജയന്തി അഭിനയിക്കുന്ന വേറൊരു സീരിയൽ വന്നിട്ടുണ്ടെന്നായിരിക്കും. അവിടെ കഥാപാത്രത്തിനെയാണ് അവർ അംഗീകരിക്കുന്നത്, സിനിമയിൽ നമ്മൾ വ്യക്തിയാണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. സിനിമയിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പല പല കഥാപാത്രങ്ങൾ ചെയ്യാം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എന്തെന്ന് ചോദിച്ചാൽ തീർച്ചയായും നൃത്തമാണ്. ഞാനിപ്പോൾ ഒരു കച്ചേരി കളിച്ചിറങ്ങുമ്പോൾ ആ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ കളിച്ച് എത്താൻ പറ്റില്ല, ചിലപ്പോൾ അടവുകൾ ചിലപ്പോൾ വൃത്തിയാവരില്ല. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഗ്രാം വി ഷുഡ് ബി പെർഫെക്റ്റ്. ഏറ്റവും കൂടുതൽ സംതൃപ്തി തരുന്നത്, സാറ്റിസ്ഫാക്ഷൻ തരുന്നത് നൃത്തം ചെയ്യുമ്പോഴാണ്. ഇറ്റ്സ് എ മെഡിറ്റേഷൻ പോലെയാണ് എനിക്ക്.